കൃപാസനം പത്രം മെയ് 2025 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള ഡോക്ടർ ലിഞ്ചുമോൾ എബ്രാഹത്തിന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്ത് 4-ാം ദിവസം ഒരു അപകടമുണ്ടായി. ശേഷം ഞാൻ ഒരു സ്വപ്നം കണ്ടു. ദൈവമാതാവിന്റെ സംരക്ഷണം എനിക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് 4-ാം ദിവസം എൻ്റെ ഹസ്ബൻഡ് സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പോസ്റ്റിലിടിച്ച് വട്ടം മറിഞ്ഞു. ഭർത്താവിന്റെ കഴുത്തിലെ കൊന്തയിൽ ഉടമ്പടി കാശുരൂപം ധരിച്ചിരുന്നു. അതിന്റെ ഫലമായി യാതൊരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ ഭർത്താവിനെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. 2 ദിവസത്തിന് ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാനൊരു കയറ്റം കയറി പോകുമ്പോൾ ഒരു ഗുഹ കണ്ടു. അതിലൊരു കുഞ്ഞു രൂപവും. പക്ഷെ അത് വേറെ ഏതോ ഒരു വിഗ്രഹമാണെന്ന് കരുതി ഞാൻ നോക്കാതെ പോയി. എൻ്റെ ഒരു കൂട്ടുകാരി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് അത് മാതാവിന്റെ രൂപമാണെന്ന് തിരിച്ചറിയുന്നത്. ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞപ്പോൾ അമ്മ എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മരം എൻ്റെ മുകളിലേക്ക് വീഴുന്നത് കണ്ടു. ആ മരം വീഴുകയും പരിശുദ്ധ അമ്മ എന്നെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നതായി കണ്ടു. ഒരു ഇല പോലും എൻ്റെ ദേഹത്ത് വീണില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവിനെ കാർ അപകടത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചതാണെന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. പത്തനംതിട്ട വെണ്ണിക്കുളത്തു നിന്നുള്ള ചിന്നുവിന്റെ സാക്ഷ്യം. ആരെങ്കിലും എന്നോട് മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരോട് വഴക്കുണ്ടാക്കും. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മയെ അറിയാത്ത എൻ്റെ 28 വർഷം നഷ്ടമായി. ഒരു യാക്കോബായ സഭയിലുള്ള എനിക്ക് മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. ആരെങ്കിലും മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അവരോട് വഴക്കിടുമായിരുന്നു. ഒരു ദിവസം കൃപാസനം പത്രം വായിക്കുകയും മാതാവിനോട് കൂടുതൽ അടുക്കുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയെ അറിയാത്ത എൻ്റെ 28 വർഷം നഷ്ടമായി. കൃപാസനത്തിലേക്ക് ബസ്സിൽ വരുമ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിരുന്നു. നീ മുട്ടുകുത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നതിന് പ്രോമെട്രി എക്സാം എഴുതി നിൽക്കുകയായിരുന്നു. റിസൾട്ട് വരാൻ താമസിച്ചപ്പോൾ ഞാൻ അവർ ഡെയിലി ബ്രെഡ് എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി എക്സാം പാസ്സായി വിദേശത്ത് പോകുന്ന കാര്യങ്ങളും ശരിയായി. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ലജിതയുടെ സാക്ഷ്യം. കടബാധ്യതയാൽ നട്ടം തിരിയുമ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. മാതാവ് ചില കാര്യങ്ങൾ നമുക്ക് തരാതിരിക്കുമ്പോൾ വൻ പദ്ധതികൾ മാതാവിന്റെ മനസ്സിലുണ്ടാകും. എന്റെയും സഹോദരിയുടെയും വിവാഹം ഒരാഴ്ചയുടെ വ്യത്യാസത്തിലാണ് നടന്നത്. ഇതിനിടയിൽ വീട് പണി തീർത്ത് കയറി താമസവും നടത്തി. എല്ലാം കൂടിയായപ്പോൾ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത വിധം കടബാധ്യതയായി. അച്ഛനും അമ്മയ്ക്കും ഒരു സ്ഥിര വരുമാനമില്ലാത്തതിനാൽ കടം തീർക്കാൻ ലോൺ എടുക്കാനും സാധിച്ചില്ല. എൻ്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ പേരിൽ 22 ലക്ഷം ലോൺ എടുത്തു തന്നെങ്കിലും അച്ഛനും അമ്മയ്ക്കും മാസം 30,000 രൂപ വെച്ച് അടയ്ക്കാൻ പറ്റാതെ വിഷമിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് ഞങ്ങളുടെ സ്ഥലം ജപ്തിയായി പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അനിയത്തിക്കും ഭർത്താവിനും വിദേശത്ത് ജോലി കിട്ടിപ്പോയി. 4 വർഷത്തോളം ഞങ്ങൾ കുറച്ചു പൈസ അടച്ചു. ബാക്കിയുണ്ടായിരുന്ന 18 ലക്ഷം രൂപ അനിയത്തിയുടെ ഭർത്താവ് ഒന്നിച്ചടച്ചു തീർത്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. തൃശ്ശൂരിൽ നിന്നുള്ള ഷീനയുടെ സാക്ഷ്യം. 8 കൊല്ലമായി ഭർത്താവിനെതിരെ ഉണ്ടായിരുന്ന കള്ളക്കേസ് അവസാനിക്കുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ ഉടനടി നടന്നത്. എൻ്റെ ഭർത്താവിനെതിരെ ഒരു വ്യക്തി 8 കൊല്ലമായി കള്ളക്കേസ് കൊടുത്തിരുന്നു. അത് അവസാനിക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് എൻ്റെ ഭർത്താവിന്റെ കേസ് അവസാനിപ്പിച്ചു തരണമെന്ന് നിയോഗം വെച്ചു. അത് ഉടമ്പടിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭർത്താവ് കേസിന് പോകുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി കാശുരൂപവും കൊടുത്തു വിടുമായിരുന്നു. അതിനുശേഷം മറ്റ് സാക്ഷികൾ വരാതായപ്പോൾ അവർക്ക് വാറണ്ട് കൊടുത്തു. അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കണമെന്ന് അവർ പറയുകയും അവർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും 8 കൊല്ലമായി ഉണ്ടായിരുന്ന കേസ് അവസാനിക്കുകയും ചെയ്തു. കൂടാതെ മകന് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞ് പല ഇന്റർവ്യൂകളും അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും ശരിയായില്ല. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മകനെ ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്തു. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സുചിത്രയുടെ സാക്ഷ്യം. ആശുപത്രിയിൽ വെച്ച് അമ്മയെ കിട്ടില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഒരു ചേച്ചി ഞങ്ങൾക്ക് കൃപാസനം മാതാവിന്റെ കാശുരൂപം തന്നു. ശേഷം നടന്ന അത്ഭുതങ്ങൾ. എൻ്റെ അമ്മയ്ക്ക് അതിശക്തമായ തലവേദന വന്ന് ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് മാറാതായപ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ തലയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടെന്നും സർജറി വേണമെന്നും പറഞ്ഞു. സർജറിക്ക് കയറ്റുന്നതിന് 1 മണിക്കൂർ മുമ്പ് അമ്മയ്ക്ക് വീണ്ടും ബ്ലീഡിംഗ് ഉണ്ടായി സ്ട്രോക്കിലേക്ക് നയിച്ചു. ഞങ്ങളെ തിരിച്ചറിയാതായി.
ആ സമയം ഒരു ചേച്ചി വന്ന് കൃപാസനം മാതാവിന്റെ കാശ് രൂപം തരികയും നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിക്കൂ, അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഫലമായി അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും സംസാരിക്കാനും തുടങ്ങി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. കട്ടപ്പന വെള്ളയാംകുടിയിൽ നിന്നുള്ള ജീനറ്റിന്റെ സാക്ഷ്യം. ഉടമ്പടിയെടുത്ത് 80 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതി കേസ് തള്ളിപ്പോയി. ഞങ്ങൾക്ക് അനുകൂല വിധി ലഭിച്ചു. 7 വർഷം മുമ്പ് ടെർമിനേറ്റ് ചെയ്ത കട്ടപ്പന നഗരസഭയിലെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നു. എനിക്കാണ് നറുക്കു വീണത്. ഇത്രയും വർഷം ടെർമിനേറ്റ് ചെയ്ത ശേഷം ഗ്യാസിന്റെ വിതരണാവകാശം ഏൽപ്പിച്ചിരുന്ന സമീപ ഏജൻസികൾ ഷഫ്ലിംഗ് ശരിയായില്ല, കൃത്രിമം നടന്നു, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി തുടങ്ങി പലവിധ കാരണങ്ങൾ കാണിച്ച് നറുക്കെടുപ്പിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. 1 വർഷം കഴിഞ്ഞിട്ടും കേസിന്റെ കാര്യത്തിൽ ഒരു തീർപ്പും ഉണ്ടായില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 80 ദിവസത്തിനുള്ളിൽ കേസ് തള്ളിപ്പോവുകയും എനിക്ക് അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ലില്ലിക്കുട്ടിയുടെ സാക്ഷ്യം. ക്യാൻസർ മൂലം ഭർത്താവിന്റെ സംസാരശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. ഉടമ്പടിയിലൂടെ സംഭവിച്ച അത്ഭുത സാക്ഷ്യം. എന്റെ ഭർത്താവിന് തൊണ്ടയ്ക്ക് വേദനയും എരിച്ചിലുമായി ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തു. ബയോപ്സി ചെയ്തപ്പോൾ ക്യാൻസർ ആയിരുന്നു. 33 റേഡിയേഷനും 5 കീമോയും എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. 15 റേഡിയേഷൻ കഴിയുമ്പോൾ വയറിൽ PEG ട്യൂബ് ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാൻ ആകെ തകർന്നുപോയി. ഭർത്താവിന് മാതാവിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭയവും തോന്നിയില്ല. 24 റേഡിയേഷന് ശേഷം PEG ട്യൂബ് ഇട്ടാൽ മതിയായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാൻ സാധിച്ചു. സൗഖ്യം ലഭിച്ചു. എറണാകുളത്ത് നിന്നുള്ള ജാസ്മിന്റെ സാക്ഷ്യം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റൂമിൽ ഇടിമുഴങ്ങുന്നത് പോലെ ഒരു സ്ത്രീ ശബ്ദം ഞാൻ കേട്ടു. ശേഷം നടന്ന അത്ഭുതം. എനിക്കൊരു ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ജോലി ലഭിച്ച ശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് അതിന്റെ തന്നെ മറ്റൊരു ഓഫീസിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും പ്രമോഷനോടുകൂടി മാത്രമേ അങ്ങോട്ട് മാറാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാൻ എറണാകുളത്താണ് പ്രമോഷന് വെച്ചത്. പക്ഷെ എനിക്ക് തിരുവനന്തപുരത്താണ് കിട്ടിയത്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവരിൽ ചിലർക്ക് ഞാൻ അവിടെ ചെന്നത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 4ാമത് ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാത്രി 3 മണിയോടുകൂടി സ്വപ്നത്തിൽ ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ജാസ്മിൻ, നിന്റെ ട്രാൻസ്ഫർ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് തന്നെ എറണാകുളത്ത് ഞാൻ ആഗ്രഹിച്ച ഓഫീസിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ആലുവയിൽ നിന്നുള്ള ലിയയുടെ സാക്ഷ്യം. 1 രൂപ ചിലവില്ലാതെയാണ് മരിയൻ ഉടമ്പടി വഴി ഞാൻ ജർമ്മനിയിലേക്ക് ജോലി കിട്ടി പോകുന്നത്. ഞാൻ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ജോലിക്ക് വേണ്ടി നിയോഗം വെച്ചു. ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ തന്നെ CV കൊണ്ടുപോയി കൊടുക്കുകയും പിറ്റേ ദിവസം തന്നെ ജോലിക്ക് വിളിക്കുകയും ചെയ്തു. 1 വർഷം കഴിഞ്ഞ് കോവിഡ് വന്നതിനാൽ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഉടമ്പടിയിൽ ഞാൻ ഒരു വിദേശ ജോലി ലഭിക്കണമെന്ന് നിയോഗം വെച്ചു. അതിനുശേഷം നോർക്ക റൂട്ട്സ് വഴി ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ഇന്റർവ്യൂ പാസ്സായി 1 രൂപ പോലും ചിലവില്ലാതെ ജർമ്മനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കൂടാതെ 65 വർഷമായി കിട്ടാതിരുന്ന സ്ഥലത്തിന്റെ പട്ടയം ലഭിക്കുകയും ചെയ്തു.